ധീരജിനെ കുത്തിയ കത്തി കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളെ കൂടി കുത്തിക്കൊല്ലണമെന്ന് ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്ന യൂത്ത് കോൺഗ്രസ് കൊലവിളി മുദ്രാവാക്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ധീരജിനെ കൊന്നതിനു ശേഷവും കുടുംബത്തെ കോൺഗ്രസ് വേട്ടയാടുകയാണ് എന്നും പിതാവ് രാജേന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം മുഴക്കി മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രകടനം നടത്തിയിരുന്നു. ഈ മുദ്രാവാക്യം വിളിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കണ്ണൂരിൽ SFIയും DYFIയും എല്ലാം തന്നെ ഇത്തരത്തിൽ കൊലവിളി മുദ്രാവാക്യം മുഴക്കിയ യൂത്ത് കോൺഗ്രസിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു മുദ്രാവാക്യം വിളിക്കെതിരെ പ്രതികരണവുമായി, വളരെ വേദനാജനകമായിട്ടുള്ള ഒരു പ്രതികരണവുമായി ധീരജിന്റെ അച്ഛൻ രാജേന്ദ്രൻ രംഗത്തെത്തിയതാണ്. ഈ ധീരജിനെ കുത്തിയ കത്തി ഇപ്പോഴും കയ്യിലുണ്ടെങ്കിൽ ആ കത്തി കൊണ്ട് ഞങ്ങളെ കൂടി കുത്തി കൊലപ്പെടുത്തൂ. ഈ ജീവച്ഛവമായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്നുള്ള തരത്തിലാണ് ഒരു പ്രതികരണമാണ് ധീരജിൻ്റെ അച്ഛൻ രാജേന്ദ്രൻ നടത്തിയത്. ധീരജിനെ കൊലപ്പെടുത്തിയതിന് ശേഷവും വിടാതെ പിന്തുടരുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എന്ന് ധീരജിൻ്റെ അച്ഛൻ രാജേന്ദ്രൻ പറഞ്ഞു. കുടുംബത്തെ തുടർച്ചയായി പല രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ ഇവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? അവരുടെ കയ്യിൽ അവർ ഉണ്ടെന്ന് പറയുന്ന ആ കത്തി കൊണ്ട് അവർ പറയുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലാം. അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ ജീവച്ഛവമായി ജീവിക്കുന്ന 3 ജീവനുകളെ കൂടി അവർ കുത്തിക്കൊല്ലട്ടെ. നേരത്തെയും പലതവണ ഈ പല നേതാക്കന്മാരും ധീരജിനെ അപമാനിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കുടുംബത്തെ അപമാനിച്ചുകൊണ്ടും എല്ലാം തന്നെ രംഗത്തെത്തിയിരുന്നു. ധീരജിൻ്റേത് ഇരന്നു വാങ്ങിയ മരണമെന്നായിരുന്നു KPCC അധ്യക്ഷനായിരുന്ന K സുധാകരൻ നടത്തിയിട്ടുള്ള പ്രതികരണം. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും എല്ലാം തന്നെ ധീരജിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിനെല്ലാം ഒടുവിലെ ഉദാഹരണമായി കൊണ്ടാണ് ഈ കൊലവിളി മുദ്രാവാക്യത്തിൽ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ഇപ്പോഴും കൈവശമുണ്ട് എന്നുള്ള തരത്തിൽ ഈ മലപ്പട്ട നടത്തിയിട്ടുള്ള പ്രകടനത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ചത്. യാതൊരു പ്രകോപനവുമില്ലാതെ മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത്, CPMന്റെ ശക്തി കേന്ദ്രമായ സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രകടനം നടത്തുകയും ഇത്തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യം മുഴക്കുകയുമായിരുന്നു യൂത്ത് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇങ്ങനെ ഒരു കുടുംബമുണ്ട്, അതായത് മകനെ നഷ്ടപ്പെട്ട ഒരു കുടുംബം ഇവിടെ ഉണ്ട് എന്നുള്ള പോലും ഓർക്കാതെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൊലവിളി മുദ്രാവാക്യം മുഴക്കിയത്. ധീരജിന്റെ വീട് തളിപ്പറമ്പാണ്. ഇവിടെ നിന്നും അധികം അകലെയല്ലാത്ത സ്ഥലമാണ് മലപ്പട്ട. ഒരു ജാഥയുടെ, രാഹുൽ മാക്കൂട്ടത്തിൽ നയിച്ച ജാഥയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചത്. ഈ മുദ്രാവാക്യം വിളിക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഈ SFI ഉൾപ്പെടെയുള്ളവർ ഇന്ന് SFIയും അതോടൊപ്പം തന്നെ DYFIയും കണ്ണൂരിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ധീരജിനെ കൊലപ്പെടുത്തിയത് ഞങ്ങളാണ് എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് തന്നെ സമ്മതിച്ചുകൊണ്ടാണ് മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലും ഈ ഒരു മുദ്രാവാക്യം വിളി ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട്.